Good morning. Good morning. Hello, Aruli. Good morning. എല്ലാരും ഓണാക്കി വെച്ചിട്ട് പോയോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുമ്പോ തിരിച്ചൊന്ന് അറ്റ്ലീസ്റ്റ് ഗുഡ് മോർണിംഗ് പറയാനായിട്ട് ആരില്ലേ? Good morning, Miss. ഗുഡ് മോർണിംഗ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ വരെ ആയിരുന്നു അല്ലെ? ഓക്കെ, എന്താണ് ഗുഡ്സ് റിട്ടേൺ നോട്ട്? എന്താണ് ഗുഡ്സ് റിട്ടേൺ നോട്ട്? ആർക്ക് പറയാൻ പറ്റും? എന്തായിരുന്നു ഗുഡ്സ് റിട്ടേൺ നോട്ട്? ശ്രീലക്ഷ്മി, എന്തായിരുന്നു ഗുഡ്സ് റിട്ടേൺ നോട്ട്? ഹീര, Yes, ma'am. എന്തായിരുന്നു ഗുഡ്സ് റിട്ടേൺ നോട്ട് എന്ന് പറഞ്ഞാല്? Ma'am, വായിച്ചിട്ടില്ല കാരണം ഞാൻ കുറച്ച് ഫീലിംഗ് നോട്ട് ഫീലിംഗ് കോൾഡും കഫെല്ലായിരുന്നു. ഓക്കെ, വായിച്ചിട്ട് വരണം കേട്ടോ ക്ലാസ്സിൽ. നെക്സ്റ്റ്, ആർക്ക് പറയാൻ പറ്റും എന്തായിരുന്നു ഗുഡ്സ് റിട്ടേൺ നോട്ട്? വാട്ട് യു മീൻ ബൈ ഗുഡ്സ് റിട്ടേൺ നോട്ട്? അർച്ചന, നടാഷ, ആരുല്ലേ പറയാനായിട്ട്? ആർക്ക് പറയാൻ പറ്റും? എന്തായിരുന്നു ഗുഡ്സ് റിട്ടേൺ നോട്ട്? പൻഷീറ, പൻഷീറ. Hello, Miss. എന്തായിരുന്നു ഗുഡ്സ് റിട്ടേൺ നോട്ട്? മിസ് ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. എന്താ വായിക്കാതെ? ആരും വായിച്ചിട്ടില്ലല്ലോ, എന്ത് പറ്റി? അന്നല്ല മിസ്, മോനിക്ക് വയ്യാത്ത കാരണേ. ഓക്കെ, ആരും വായിച്ചിട്ടില്ല ക്ലാസ്സിൽ? വായിച്ചവരുണ്ടോ? 3 ദിവസം നിങ്ങക്ക് മുടക്കായിരുന്നില്ലേ? തിങ്കളാഴ്ച ഹോളിഡേ ആയിരുന്നു. എന്തായാലും വായിക്കാതെ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എടുത്ത കാര്യങ്ങള് അന്നന്ന് തന്നെ വായിച്ചു വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട്. ഞങ്ങൾ എടുത്തു പോകും. ഓക്കെ, ആരെങ്കിലും വായിച്ചവരുണ്ടോ? ആരും വായിച്ചിട്ടില്ല? ഓക്കെ, ഇന്ന് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. ഇനി കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം. കോഡിഫിക്കേഷൻ നോക്കാം. കോഡിഫിക്കേഷൻ ഈസ് ദ process of representing all item by a number or alphabet, the digit of which shows the group, the subgroups, the type and magnitude of the item. അപ്പൊ എന്താണ് കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് representing all item by a number of alphabet, the digit of which shows the group,
the subgroups, the type and magnitude of the item. അപ്പൊ എന്താ പറയുന്നത്, എല്ലാ ഐറ്റങ്ങളും നമുക്കറിയാം ഹോസ്പിറ്റലിൽ കുറെ ഐറ്റംസ് ഉണ്ട് അല്ലെ, ആ എല്ലാ ഐറ്റത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആൽഫബറ്റ് ഉപയോഗിച്ചോ, അങ്ങനെ ആൽഫബറ്റോ നമ്പറോ ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റം എന്ന് പറഞ്ഞാല് അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അത് എത്ര അളവിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, എത്ര വ്യാപ്തിയുണ്ട് അല്ലെങ്കിൽ അത് എത്ര അളവിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റോ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ചോദിക്കാറുണ്ട്. കോഡിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് representing all item by an number or alphabet, the digit of which shows the group, the subgroup and type and the magnitude of the item. എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിനെയും നമ്പറോ ആൽഫബറ്റോ ഉപയോഗിച്ച് ഗ്രൂപ്പുകളോ സബ് ഗ്രൂപ്പുകളോ ടൈപ്പുകളോ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റം ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ കോഡിഫിക്കേഷൻ എന്താണെന്ന്? ഇനി കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റംസ് ഉണ്ട്. കോഡിഫിക്കേഷൻ സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു, നമ്പർ അല്ലെങ്കിൽ എന്താണ് ആൽഫബറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഐറ്റത്തിനെ ഓരോ മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന്. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, അപ്പോ അത് ആ പേരിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ, മെറ്റീരിയൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് എന്തുപയോഗിച്ചിട്ടാണ് അറിയാൻ പറ്റോ? നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ്സ് ഇൻ എ സ്റ്റോർ. ഓക്കെ, അവിടെ സ്റ്റോർ എന്നാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ് കേട്ടോ. സ്റ്റോർ എന്നാക്കാം, സ്റ്റോർ എന്നല്ലേ കറക്റ്റ് അല്ലേ നിങ്ങളുടെ ഇതെല്ലാം? ഓക്കെ, അപ്പോ എന്താണ് providing numbers to understand the groups in a store. Example നോക്കാം, 0 to 99 സർജിക്കൽ ഐറ്റംസ്. അപ്പൊ സർജിക്കൽ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 0 to 0 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സിലാണ് സർജിക്കൽ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ്സ് ഇൻ എ സ്റ്റോർ. ഇനി എന്താ ആൽഫബറ്റിക്കൽ. ആൽഫബറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എന്തുപയോഗിച്ചായിരിക്കും? letters ഉപയോഗിച്ചല്ലേ? ഓക്കെ, alphabets are used to codify the materials. First 3 letters are used അല്ലെ, ഫസ്റ്റ് 3 letters ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൽഫബറ്റിക്കലും ഓരോ ഐറ്റത്തിനെയും ആൽഫബറ്റിക് വഴി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആൽഫബറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അതിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 3 letters ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കൂ, SUR for the word surgical. സർജിക്കൽ ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ആൽഫബറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് SUR എന്നുള്ള ഫസ്റ്റ് 3 letters യൂസ് ചെയ്തിട്ടാണ്. ഇനി ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. It is the combination of alphabetical and numerical systems. We use alphabet to show main groups and numbers for the subgroups or vice versa. അപ്പോ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലെ. ആൽഫബറ്റിക് ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂമറിക്കൽ സിസ്റ്റം, നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ലെറ്റേഴ്സ് നമ്പേഴ്സിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ
ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എങ്ങനെയാണ് മെയിൻ ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ സബ് ഗ്രൂപ്പ്സും ഉണ്ടാവും അല്ലെ. അപ്പൊ ചില ഐറ്റത്തിന് നമ്മൾ ചിലപ്പോ മെയിൻ ഗ്രൂപ്പ് ആയിട്ടായിരിക്കാം കണക്കാക്കുന്നത്, ചില ഐറ്റത്തിന് സബ് ഗ്രൂപ്പ് തിരിച്ചും നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ചില ഐറ്റത്തിന് സബ് ഗ്രൂപ്പ് ആയിട്ടും ചില ഐറ്റത്തിന് മെയിൻ ഗ്രൂപ്പിലും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ട് രീതിയിൽ നമുക്ക് എന്താണ് കോമ്പിനേഷൻ വരുന്നത്. ഏതാണ്? ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം ആണ്. ആൽഫബറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്പറും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഡെസിമൽ സിസ്റ്റം എന്തായിരിക്കാം? ഡെസിമൽ സിസ്റ്റം, ഡെസിമൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഡെസിമൽ സിസ്റ്റം എന്തുപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? പോയിന്റ് ഉപയോഗിച്ചിട്ട് അല്ലെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. Okay, it is the use of a decimal to represent item. Okay, example നോക്കിയേ, 50.1432. പോയിന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ആണ് കൊഡാക് സിസ്റ്റം. കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞാല് യൂസിങ് 10 digits to represent an item. അപ്പൊ എന്താണ്? ഒരു ഐറ്റത്തിനെ അല്ലെ, ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 digits ഉപയോഗിച്ചിട്ടാണ്. അതിനെയാണ് നമ്മൾ കൊഡാക് സിസ്റ്റം എന്ന് പറയുന്നത്. This is the better use in surgical department. ഇത് ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് അല്ലെ എവിടെയാണ്? സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഇങ്ങനെയുള്ള കൊഡാക് സിസ്റ്റം ഉപയോഗിക്കുന്നത്. കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 digits ഉപയോഗിച്ചിട്ടാണ്. ഇനി ബ്രിഡ്ജ് സിസ്റ്റം, നെക്സ്റ്റ് വൺ ആണ് ബ്രിഡ്ജ് സിസ്റ്റം. യൂസിങ് 7 digits to represent a specific item. ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്? 7 digits ആണ് യൂസ് ചെയ്യുന്നത്. It is based on numerical system. Example കൊടുത്തിരിക്കുന്നത് നോക്കിയേ, 1.02.00.00. മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ 7 digits ഉപയോഗിച്ചിട്ടാണ് ഒരു ഐറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മെഡിക്കൽ എക്യുപ്മെന്റിന്റെ ഐറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 7 digits ഉപയോഗിച്ചിട്ടാണ്. അത് ഓർത്ത് വെക്കാം. അത് എന്റെ സിസ്റ്റത്തിന്റെ പേര് എന്താണ്? ബ്രിഡ്ജ് സിസ്റ്റം. അതുപോലെ കൊഡാക് സിസ്റ്റത്തിൽ എങ്ങനെയാണ്? 10 digits യൂസ് ചെയ്തിട്ടാണ് ഒരൈറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. ആ ഡിജിറ്റ്സ് ഒന്ന് ഓർത്ത് വെക്കാൻ. അതുപോലെ തന്നെ ജസ്റ്റ് ആ 3 പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടാണ് കേട്ടോ. എക്സാമ്പിൾ ആണ്, ജസ്റ്റ് ഒന്നും വരില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 1.02.01.00 ബ്ലഡ് ഗ്യാസ് അനലൈസർ. അതുപോലെ മെഡിക്കൽ കോഡിങ്ങോ അല്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് 1.02.01.01 മെഡിക്കൽ BGA3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയന്റ് ട്രേഡ് സിമ്പിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല, ക്വസ്റ്റ്യൻ വരില്ല, ജസ്റ്റ് എക്സാമ്പിള് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ എന്താണ്? 1.02.02.00 വോയിസ് അപ്പാരറ്റസ് പെയിന്റഡ് മോഡൽസ് അനസ്തെറ്റിക് മെഷീൻസ്. ഓക്കെ, ആ മെഷീനിൽ യൂസ് ചെയ്യുന്ന നമ്പറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 7 digits. കോഡിഫിക്കേഷനിൽ വരുന്നത് 6 കാര്യങ്ങളാണ്, 6 ടൈപ്സ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സ് ഉപയോഗിച്ചും ആൽഫബറ്റ് ഉപയോഗിച്ചും ഡെസിമൽ പോയിന്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാൻ. നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ആൽഫബറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റ്സ് അല്ലേ, ഓക്കെ, ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ ഇതാണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫബറ്റും ഉണ്ടാവും നമ്പേഴ്സും ഉണ്ടാവും, രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. ഇനി അതുപോലെ തന്നെ ഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോക്കാം, ഇവിടെ ഇതാണ് 50.1 അല്ലെ, ഇവിടെ എന്താണ് ഡെസിമൽ ആണല്ലേ. ഡെസിമൽ ഉപയോഗിച്ചിട്ട് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. 50.1432.
അതുപോലെ കോഡാക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ബിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കോഡിഫിക്കേഷൻ എന്താണ്, അതിന്റെ ടൈപ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ച് പഠിക്കണം 2 കാര്യങ്ങളും. Okay, ഇനി നെക്സ്റ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. Classification norms for classification uses. Okay, first one ആണ് ABC annual value of to control the alphabetical approach consumption of purchase, storing or always better control item concerned and issue of material in the normal course of business. അപ്പോ ഇവിടെ പറയുന്നത് ABC അനാലിസിസ്. ABC അനാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ABC അനാലിസിസ്? ഐറ്റത്തെ ക്ലാസിഫൈ ചെയ്യുന്ന കാറ്റഗറൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതിൽ ഫസ്റ്റ് വൺ ആണ് ABC അനാലിസിസ്. ഓക്കെ, ഇൻവെന്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളൊരു 10 പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ABC അനാലിസിസ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? എനിക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പറയാനായിട്ട്. ക്ലിയർ അല്ലേ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? വയ്യാണ്ടിരിക്കണേ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, അപ്പോ ABC അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൽഫബറ്റിക്കൽ അപ്രോച്ച് കൺസെപ്ഷൻ ഓഫ് പർച്ചേസ്. ഓക്കെ, അപ്പോ ABC അനാലിസിസ് എന്ന് പറഞ്ഞാല് ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ABC അനാലിസിസ് എന്ന് പറഞ്ഞാല്? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഡിഗ്രിക്കോ എന്തെങ്കിലും സബ്ജക്റ്റില്? ഇല്ല, ആരും പഠിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോ ABC അനാലിസിസ് എന്ന് പറഞ്ഞാല് ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? എ ഐറ്റം, എ കാറ്റഗറിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാവും, ബി കാറ്റഗറിയിൽ കുറച്ച് ഐറ്റംസ്, സി കാറ്റഗറിയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്, അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അത് അത്രയും മാത്രം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ അല്ലെ, ഒരു ഓർഗനൈസേഷന്, ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം സ്റ്റോക്കുകൾ അല്ലെ, ഇൻവെന്ററീസ്, കുറേയധികം മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ മെറ്റീരിയൽസ് നമ്മള് എന്താണ് പർച്ചേസ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല നിയന്ത്രണങ്ങൾ, പല കൺട്രോളുകൾ നടത്താറുണ്ടല്ലേ നമ്മള്, ഇല്ലേ? കൺട്രോളുകൾ ചെയ്യാറുണ്ട്. സ്റ്റോക്ക് ചെയ്ത് അത് പർച്ചേസ് ചെയ്ത് അത് റിസീവ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും
കുറെ നിയന്ത്രണങ്ങൾ നടത്താറുണ്ട്. കൺട്രോളിങ്ങിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയും അത് റിസീവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത് അല്ലെ. കൺട്രോളൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ഇൻവെന്ററി കൺട്രോളൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മൾ പല നിയന്ത്രണങ്ങൾ വഴി ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സ്റ്റോക്കിനെ നിയന്ത്രിക്കാനായിട്ട് ആൽഫബറ്റിക്കൽ അപ്രോച്ച് വഴിയാണ് അങ്ങനെ നിയന്ത്രണങ്ങൾ നടത്തുന്നത്. എങ്ങനെയാണ് ABC അനാലിസിസിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്? ആൽഫബറ്റിക്കൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ മെറ്റീരിയൽസിനെ ആൽഫബറ്റ് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? ABC എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ രീതിയിലാണ് ABC അനാലിസിസില് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഇനി വരുന്ന പോർഷനിലൊക്കെ പഠിക്കാനുണ്ട് ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, A ഐറ്റം, B ഐറ്റം, C ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത്രയും വരെ ഓക്കെ ആണോ? ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, A ഐറ്റം എന്നും B ഐറ്റം എന്നും C ഐറ്റം എന്നും മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് ABC അനാലിസിസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് VED. VED എന്ന് പറഞ്ഞാല് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ, ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദ പർട്ടിക്കുലർ ഐറ്റം യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ സ്റ്റോക്ക് ലെവൽസ്. ഓക്കെ, VED എന്ന് പറഞ്ഞാല് ആ ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അതുവഴി സ്റ്റോക്ക് ലെവല് നിർണയിക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് ഇത് ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റോക്ക് ലെവൽ നിർണ്ണയിക്കാൻ പറ്റും, അതുപോലെ തന്നെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് ഒരു പാർട്ടിക്കുലർ ഐറ്റത്തിന്റെ സ്വഭാവം നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? അത് വൈറ്റൽ ആണോ? വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ടതാണോ? അതുപോലെ ഈ എന്താണ്? എസെൻഷ്യൽ അല്ലെ. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണോ? അങ്ങനെയുള്ള ഐറ്റത്തിനെ എസെൻഷ്യൽ ആയിട്ടും പ്രധാനമായിട്ടും വേണ്ട ഐറ്റത്തിനെ വി എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നു. എസെൻഷ്യൽ ആവശ്യമായിട്ടുള്ള ഐറ്റത്തിനെ, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ ഡിസൈറബിൾ അല്ലെ, അഭികാമ്യമായിട്ട് വേണ്ടത്, അഭികാമ്യമായിട്ടുള്ള ഐറ്റം ആണോ എന്ന് നോക്കിക്കൊണ്ട് അതിനെ D എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ വൈറ്റൽ ആയിട്ടുള്ളതിനെ B എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു, എസെൻഷ്യൽ ആയിട്ടുള്ളതിനെ E എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു, ഡിസൈറബിൾ ആയിട്ടുള്ളതിനെ D എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇതിൽ വരുന്നത്, VED വരുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ സ്റ്റോക്കില് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന് പ്രധാനമായിട്ടും വേണ്ട മെറ്റീരിയൽസ് ഏതാണോ അത് B എന്ന കാറ്റഗറിയില്, എസെൻഷ്യൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ B എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു, ഡിസൈറബിൾ അഭികാമ്യമായിട്ട് വേണ്ടത് ഏതൊക്കെയാണോ അത് D എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് ആണ് തേർഡ് വൺ, HML. HML എന്ന് പറഞ്ഞാല് ഹൈ, മീഡിയം ആൻഡ് ലോ യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയൽ ടു കൺട്രോൾ പർച്ചേസ്. അപ്പൊ ഇവിടെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിന്റെ വിലയെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, ഒരു വസ്തുവിന്റെ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇനി ഹൈ കോസ്റ്റ് ഉള്ള മെറ്റീരിയൽ ഏതാണ്? അത് H എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി മീഡിയം കോസ്റ്റ് അല്ലെ, ലോ കോസ്റ്റും അല്ല അതുപോലെ തന്നെ ഹൈ കോസ്റ്റും അല്ല, ഒരു നടുക്കുള്ള അല്ലെ, ഒരു മിഡിൽ ആയിട്ടുള്ള മീഡിയം കോസ്റ്റ് ഏതാണോ അത് M എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി ലോ അല്ലെ, ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസ് ഏതാണോ അത് L എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഓക്കെ, പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് XYZ. ചില എക്സ്പാൻഡ് ഫോം ഒന്നും ഇല്ല കേട്ടോ, ചില കാറ്റഗറിക്കൊന്നും എക്സ്പാൻഡ് ഫോം ഇല്ല. XYZ-നൊന്നും ഇവിടെ എക്സ്പാൻഡ് ഫോം ഇല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ എക്സ്പാൻഡ് XYZ depends on to review the inventory value, inventories
and of time stored, their uses at scheduled intervals. ഇവിടെ ഒരു എങ്ങനെയാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത ഇടവേളകളിലായിരിക്കും സ്റ്റോക്കിന്റെ മൂല്യം ഉണ്ടാകുന്നത്. അതനുസരിച്ചിട്ടാണ് വസ്തുക്കളെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഒന്നുകൂടിയും പറയാം, ഒരു നിശ്ചിത ഇടവേളകളിലായിരിക്കും സ്റ്റോക്കിന് മൂല്യം, വാല്യൂ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ പറയാം, ഉദാഹരണം മാസ്ക് എടുക്കാം നമുക്ക്. മാസ്ക് ഓക്കെ, ഇപ്പോ കൊറോണ ടൈം ആയപ്പോ എന്തായിരുന്നു, എല്ലാവരും യൂസ് ചെയ്തിരുന്നു അല്ലെ? മാസ്ക് ആണോ? യൂസ് ചെയ്തിരുന്നു അല്ലെ? നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒന്നായിരുന്നു മാസ്ക് എന്ന് പറയുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇപ്പോ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? പുറത്തോട്ട് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അല്ലെ? വീട്ടിലായാലും അല്ലെങ്കിൽ പുറത്ത് ഇല്ല, യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? ആ ടൈമിലായിരുന്നു, കൊറോണ ടൈമിലായിരുന്നു മാസ്കിന് മൂല്യം കൂടുതൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ? അന്ന് ആ സന്ദർഭത്തിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യേണ്ടത് നിർബന്ധമായിരുന്നു, ആവശ്യമായിരുന്നു അല്ലെ? അതുകൊണ്ട് അതിന്റെ മൂല്യം ആ ടൈമിൽ കൂടി. അപ്പൊ എന്താ പറയുന്നത്? നിശ്ചിത ഇടവേളകളിലായിരുന്നു നിർബന്ധമുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ആ നിശ്ചിത ഇടവേളകളിലാകുമ്പോ ചില ഐറ്റത്തിന് മൂല്യം വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് XYZ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ ജസ്റ്റ് മാസ്ക് എന്ന് അവിടെ എഴുതി വെക്കാം, അപ്പൊ പെട്ടെന്ന് ക്ലിക്ക് ആവും നിങ്ങൾക്ക്. ഇനി നെക്സ്റ്റ് ആണ് FSN, കൺസെപ്ഷൻ to restrain purchase, fast moving, pattern or issue, or scrap, slow moving, or from the store, no moving. അപ്പൊ എന്താണ് FS എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് മൂവിംഗ് എന്നും, S എന്ന് പറഞ്ഞാല് സ്ലോ മൂവിംഗ് എന്നും, N എന്ന് പറഞ്ഞാല് നോ മൂവിംഗ് എന്നും ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫാസ്റ്റ് മൂവിംഗ്, സ്ലോ മൂവിംഗ്, നോ മൂവിംഗ്. ഇനി ഏറ്റവും വേഗത്തിൽ മൂവ് ചെയ്തു പോകുന്ന ഐറ്റത്തിനെ എവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്? നമ്മള് F എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ? ഇനി എന്താണ് സ്ലോ മൂവിംഗ്? ഏറ്റവും സ്ലോ ആയിട്ട് പോകുന്ന ഐറ്റത്തിനെ അല്ലെ? ചിലപ്പോ ചില മെഡിസിൻസ് ഒക്കെ ചിലപ്പോ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവാം. പെട്ടെന്ന് നമുക്ക് എന്താണ് അത് വേഗം ഉപയോഗിച്ച് തീർന്ന് നമ്മൾ അത് എന്ത് ചെയ്ത് വെക്കണം? സ്റ്റോർ ചെയ്ത് വെക്കേണ്ട അത്യാവശ്യമായിട്ട് പോകുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. അതിനെന്ത് ചെയ്യുന്നുണ്ട്? ഫാസ്റ്റ് മൂവിംഗ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അല്ലെ നമുക്ക്. ഇനി ആർക്കും ഇങ്ങനെ ചെലവില്ലാത്ത മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, ചിലപ്പോ ചില മെഡിസിൻസ് ഒക്കെ അങ്ങനെ ഉപയോഗിക്കാതെ അല്ലെ, അങ്ങനെ അത്രയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറില്ലാത്തത്, അപ്പൊ അതിനെ സ്ലോ മൂവിംഗിന്. ഇനി ഒട്ടും ഉപയോഗിക്കാത്ത ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോ മൂവിംഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ഫാസ്റ്റ് മൂവിംഗ് ഉണ്ട്, സ്ലോ മൂവിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നോ മൂവിംഗ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് SDE. ഓക്കെ, SDE പർച്ചേസിംഗ് നോൺ മൂവിംഗ് അല്ല, നോ മൂവിംഗ്. NO നോൺ മൂവിംഗ് എന്നാണോ നിങ്ങളുടെ പ്രിന്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്? നോ എന്നായിരിക്കുമല്ലോ. നോ മൂവിംഗ്. ഓൺ മൂവിംഗ് ആണോ? ഓൺ മൂവിംഗ് എന്നുള്ളത് നോ മൂവിംഗ് ആക്കി കൊടുക്കും കേട്ടോ. ടെക്സ്റ്റിൽ നോ മൂവിംഗ് എന്നാണ്, അത് ഓൺ മൂവിംഗ് അല്ല. ഓൺ മൂവിംഗ് അല്ല, നോ മൂവിംഗ് ആക്കി കൊടുക്കാം. NO ഓൺ എന്നുള്ളത് ജസ്റ്റ് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് SDE പർച്ചേസിംഗ് പ്രോബ്ലംസ്, ലീഡ് ടൈം, scarce to attain in regarded to analyst and difficult it to get availability of the item, purchasing and easy to attain strategies. ഇവിടെ പറയുന്നത് SDE എന്താണ്? ലീഡ് ടൈം പ്രോബ്ലംസ് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഓരോ ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? ലീഡ് ടൈം ചിലപ്പോ കുറെ നാളുകൾ ആവാം ഐറ്റം നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്ത് കിട്ടാനായിട്ട്.
അപ്പോ ലീഡ് ടൈമില് പ്രോബ്ലംസ് അനുഭവപ്പെടും. അപ്പൊ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് SDE എന്ന് പറഞ്ഞത്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേഴ്സ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേഴ്സ് സ്കേഴ്സ് എന്താണ് സ്കേഴ്സ് എന്ന് പറഞ്ഞാല്? ലഭ്യതയാണോ? ലഭ്യത കുറവ് അല്ലെ? നമുക്ക് പറയാം ദൗർലഭ്യം അല്ലെ? പറയാൻ പറ്റോ? ലഭ്യത കുറവ്, ദൗർലഭ്യം എന്ന് പറയാം. അപ്പൊ എന്താണ് സ്കേഴ്സ് എന്ന് പറഞ്ഞാല്? ദൗർലഭ്യം അനുഭവപ്പെടുന്നു അല്ലെ? നമുക്ക് ആ മെറ്റീരിയൽസ് കിട്ടാൻ, ആ സ്റ്റോറില് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ദൗർലഭ്യം അനുഭവപ്പെടുന്നു, ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥ. ഓക്കെ, അതിനെയാണ് സ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഒട്ടും കിട്ടാനില്ലാത്ത അല്ലെ, ലീഡ് ടൈം കൂടുമ്പോ അല്ലെങ്കിൽ ലീഡ് ടൈം പ്രോബ്ലം വരുമ്പോ ആ സ്റ്റോറില് ഒട്ടും കിട്ടാനില്ലാത്ത മെറ്റീരിയൽസിനെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്? സ്കേഴ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. എസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ക്ലിയർ ആയോ? ആ സ്റ്റോറില് ഒട്ടും കിട്ടാനില്ലാത്ത അവസ്ഥ അല്ലെ, ആ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്ത അവസ്ഥയെ നമ്മള് ആ സ്കേഴ്സ് ആയിട്ടല്ലേ, സ്കേഴ്സ് റിസോഴ്സസില് അല്ലെങ്കിൽ എസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി എന്താണ് ടി? ഡിഫിക്കൽട്ട്. ഓക്കെ, മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും സ്കേഴ്സിന്റെ അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. മനസ്സിലായോ? സ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കിട്ടാനില്ലാത്ത മെറ്റീരിയൽ ആണ്, അവിടെ ഇല്ല, അപൂർവമായിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇനി ഡിഫിക്കൽട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതോ? നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ സ്കേഴ്സിന്റെ അത്രയ്ക്കും എസ് എന്ന കാറ്റഗറിയുടെ അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. എന്താണ് അപ്പോ അതിന് മീനിങ് എന്താ പറയുന്നത്? നമുക്ക് കിട്ടും, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായോ? ടി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് അങ്ങനെ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അല്ലെങ്കിൽ ഐറ്റംസ് ആണ്. ഇനി എന്താണ് ഇ എന്ന കാറ്റഗറിയിൽ? എന്താണ്? ഈസി ടു അറ്റെയിൻ. അതെന്തായിരിക്കാം? ഈസി ടു അറ്റെയിൻ. ഇ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഈസി ടു അറ്റെയിൻ, പെട്ടെന്ന് കിട്ടുമല്ലേ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് പെട്ടെന്ന് കിട്ടുന്ന ഐറ്റംസും. ടി ഡിഫിക്കൽട്ട് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഡി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നിരുന്നാൽ കൂടിയും സ്കേഴ്സിന്റെ അത്രയ്ക്കും വരുന്നില്ല. ഓക്കെ, കിട്ടും നമുക്ക്. ഇനി എന്താണ് എസ് എന്ന കാറ്റഗറി? സ്കേഴ്സ് എന്താണ്? നമുക്ക് ഒട്ടും കിട്ടാനില്ലാത്ത മെറ്റീരിയൽസ് ആണ് എസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഓക്കെ ആണോ? 6th വൺ 7th വൺ നോക്കാം. GOLF an expanded form ആണ്. ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ്, സോഴ്സസ് ഓഫ് ദ മെറ്റീരിയൽ ടു പ്ലാൻ ദ പർച്ചേസ് സ്ട്രാറ്റജി. അപ്പൊ എന്താ പറയുന്നത്? മെറ്റീരിയൽസ് ലഭിക്കുന്ന സാധ്യത എവിടെ നിന്നാണ്? ചിലപ്പോ മെറ്റീരിയൽസ് കിട്ടുന്നത് ഗവൺമെന്റിൽ നിന്നാവാം അല്ലെ? ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഓർഡിനറി, സാധാരണ പർച്ചേസിൽ നിന്നാവാം, അല്ലെങ്കിൽ ലോക്കൽ, അതുപോലെ തന്നെ ഫോറിൻ പർച്ചേസിൽ നിന്നാവാം നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത്. അങ്ങനെയാണ് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസിനെ G എന്നും, ഓർഡിനറി ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതിനെ O എന്നും, ലോക്കൽ ആണെങ്കിലോ L എന്നും, ഫോറിൻ പർച്ചേസിലൂടെ ലഭിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ F എന്ന കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്നു. അതാണ് GOLF. കിട്ടിയോ? നെക്സ്റ്റ് ആണ് SOS, seasonal or off seasonal. Seasonality of the item to plan the purchasing storing strategy. Okay, സീസണാലിറ്റി അനുസരിച്ച് നമ്മൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ? എന്തൊക്കെയാണ് സീസണാലിറ്റിയിൽ വരുന്നത്? എക്സാമ്പിൾ പറയാൻ പറ്റോ? സീസണാലിറ്റി ഇപ്പോ സ്കൂളൊക്കെ തുറക്കുന്ന ആ ടൈം ആകുമ്പോൾ നമുക്ക് എന്താണ് ബാഗ്, കുട, ഇതിന്റെയൊക്കെ ഒരുപാട് നമ്മള് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് അല്ലെ? ഫ്രൂട്ട്സ് ഇപ്പോ എന്താണ്
മാർച്ച് സീസൺ ഒക്കെ ആകുമ്പോ നമുക്ക് എന്താണ് മാങ്ങ, അതുപോലെ തന്നെ ചക്ക, ഇതൊക്കെയാണ് കിട്ടുന്നത് അല്ലെ. തണ്ണിമത്തൻ ചൂട് കാലത്തില് ഇതൊക്കെയാണ് കൂടുതലായിട്ട് വിളവിറക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഓരോ സീസണിലും ഓരോ ഐറ്റംസ് നമ്മള് വാങ്ങിക്കാറുണ്ട്. അപ്പൊ സീസണാലിറ്റി അനുസരിച്ച് നമ്മൾ എന്താണ് അതിന്റെ വസ്തുക്കളെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. സീസണാലിറ്റി, ഓഫ് സീസണൽ എന്ന് പറഞ്ഞിട്ട്, സീസണൽ ആൻഡ് ഓഫ് സീസണൽ എന്ന് പറഞ്ഞ് ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് SOS എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ അത്? ഇനി നെക്സ്റ്റ് ആണ് മഴക്കാലത്ത് ഞാവൽപ്പഴം, റംബൂട്ടാൻ, അതുപോലെ മഴക്കാലം ആകുമ്പോ അമ്പർലയൊക്കെ അല്ലെ കൂടുതൽ മാനുഫാക്ചർ ചെയ്യാറുണ്ട് അല്ലെ ആളുകള്. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് ആണ് പെയിൻ. പെയിൻ എന്ന് പറഞ്ഞാൽ വൈറ്റൽ ആൻഡ് നോർമൽ, റെയിൻകോട്ട്. ഓക്കെ, പെയിൻ എന്ന് പറഞ്ഞാൽ വൈറ്റൽ ആൻഡ് നോർമൽ, ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ് ടു റിസ്ട്രെയിൻ എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്. അപ്പോ നമ്മള് എന്താണ് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. 9ഉം 10ഉം എക്യുപ്മെന്റുമായിട്ട്, പെയിൻ ആയാലും റാം ആയാലും പറയുന്നത് എക്യുപ്മെന്റുമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോ വൈറ്റൽ നമുക്കറിയാലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഏതാണോ അത് ബി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി നോർമൽ എന്ന് പറഞ്ഞാല് നമുക്ക് അധികം ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, വൈറ്റല് പ്രധാനമായിട്ടുള്ളത്, നോർമൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ നോർമലിൽ വരുന്നത്. അതുപോലെ വൈറ്റൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഐറ്റംസ്, എക്യുപ്മെന്റ്സിനെ നമ്മൾ വൈറ്റലിലും ഉൾപ്പെടുത്തുന്നു. ഇനി റാം നോക്കാം. RAM, റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ്. എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി എന്താണ്? വിശ്വസ്തത. ഇനി അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്യുപ്മെന്റിന്റെ സ്പെയർ പാർട്സിന്റെ ലഭ്യത, അതാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സ്പെയർ പാർട്സിന്റെ ലഭ്യത. ഇനി അതുപോലെ തന്നെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാന മെയിൻ്റെനൻസ് നമുക്കറിയാലോ, അറ്റകുറ്റപ്പണി, റിപ്പയേഴ്സ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് നോക്കാം. റിലേസ് ഓൺ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്, ടു പ്ലാൻ പർച്ചേസ് ഫാക്ടേഴ്സ് ആൻഡ് ഫങ്ഷനിങ് ആൻഡ് ദ മെയിൻ്റെനൻസ് കപ്പാസിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്. അപ്പോ റിലയബിലിറ്റി വിശ്വസ്തതയുടെ അടിസ്ഥാനത്തില്, അതുപോലെ തന്നെ അവൈലബിലിറ്റി സ്പെയർ പാർട്സിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തില്, മെയിൻ്റെനൻസിന്റെ അടിസ്ഥാനത്തില് 3 രീതിയില് ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RAM എന്ന് പറയുന്നത്. ഓക്കെ, റിലയബിലിറ്റി ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്, മെയിൻ്റെനൻസ് ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തില് എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നു കേട്ടോ. എക്യുപ്മെന്റ് ആണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. 9ലും 10ലും പറയുന്നത് എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? വെയിൻ എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ടതും അതുപോലെ നോർമൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഏതാണോ. ഓക്കെ, അതുപോലെ തന്നെ റിലയബിലിറ്റി, അവൈലബിലിറ്റി, സ്പെയർ പാർട്സിന്റെ ലഭ്യത, അതുപോലെ മെയിൻ്റെനൻസ് എന്നീ രീതിയില് എക്യുപ്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതാണ് RAM എന്ന് പറയുന്നത്. ഓക്കെ, 10 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ABC അനാലിസിസ് അല്ലേ? ഓക്കെ, അതാണ് ജസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ABC അനാലിസിസ് നോക്കാം. മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. ABC എന്നാണ് കേട്ടോ അവിടെ. കറക്റ്റ് അല്ലേ അത്? ABC ടെക്നിക്സ് ഈസ് യൂസ്ഡ്. അപ്പൊ എന്താ പറയുന്നത്? മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. ABC ടെക് ARC എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ABC എന്നാക്കണം കേട്ടോ. ABC ആണ്. ABC ടെക്നിക്സ് ഈസ് യൂസ്ഡ്. സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോളിങ്, സ്റ്റോക്കിന്റെ ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ ശരിയായ കൺട്രോള് നിലനിർത്താനായിട്ട് ABC അനാലിസിസ് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ABC ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ ശരിയായ രീതിയിലുള്ള കൺട്രോള് നിലനിർത്താനായിട്ട് ABC അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതൊക്കെയാണ് ആ കാറ്റഗറീസ്? ഇങ്ങനെയാണ് ABC അനാലിസിസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് A എന്ന ഐറ്റം അല്ലെ. A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, C ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ 3 കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്. A, B and C according to the cost of the materials and money value of consumption. എന്താ പറയുന്നത്? ആ വസ്തുവിന് എത്ര മൂല്യം വരുന്നുണ്ട് അല്ലെ? ABC അനാലിസിസ് നമ്മള് കാറ്റഗറൈസ് ചെയ്യുമ്പോ അവിടെ കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസ് എത്ര വില വരുന്നുണ്ട്, ഓരോ ഐറ്റത്തിനും എത്ര വില വരുന്നുണ്ട്. അതുപോലെ മണി വാല്യൂ എന്ന് പറഞ്ഞാല് എന്താണ്? മണി വാല്യൂ ഓഫ് ദ കൺസെപ്ഷൻ. മണി വാല്യൂ അല്ലെ, മൂല്യം അല്ലെ, ആ വസ്തുവിന് എത്ര മൂല്യം വരുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. എവിടെ എന്തൊക്കെ നോക്കുന്നുണ്ട്? കോസ്റ്റ് നോക്കുന്നുണ്ട്. മെറ്റീരിയൽസിന് എത്ര രൂപ വരുന്നുണ്ട്, എത്ര കോസ്റ്റ് വില വരുന്നുണ്ട്. അതുപോലെ അതിന്റെ മണി വാല്യൂ അല്ലെ, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ആ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള ആ വസ്തുവിന് എത്ര മൂല്യം വരുന്നുണ്ട് എന്നതിനനുസരിച്ചും എന്താണ് ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പൊ അവിടെ പറഞ്ഞത് എന്താണ്? 3 കാര്യങ്ങളാണ് ABC അനാലിസിസിൽ പറഞ്ഞത്. സ്റ്റോക്കിന്റെ ശരിയായ കൺട്രോളിങ് നിലനിർത്താനായിട്ട് ABC അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റോക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ഗ്രൂപ്പ്സുകളായിട്ടാണ് അല്ലെ. A, B, C എന്ന 3 ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്താണ് നോക്കുന്നത്? എത്ര വില വരുന്നുണ്ട് അല്ലെ, കോസ്റ്റ് എത്ര വരും മെറ്റീരിയൽസിന്. അതുപോലെ തന്നെ മണി വാല്യൂ അല്ലെ, എന്താണ് വസ്തുവിന് എത്ര മൂല്യം വരുന്നുണ്ട് എന്നതിനനുസരിച്ചും 2 രീതിയിലാണ് അവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് A ഐറ്റം. ഇനി A ഐറ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. In wall of the inventory there area few costly items which one under this group. എന്താ പറയുന്നത്? A ഐറ്റത്തിന്റെ പ്രത്യേകത എന്താണ്? എന്ത് വില കുറവാണോ വില കൂടുതലാണോ ഐറ്റത്തിന്? The area few costly item which come under this group അല്ലെ. വില കൂടുതലുള്ള ഈ ഐറ്റത്തിൽ ഉൾപ്പെടുന്ന മെറ്റീരിയൽസിന് വില കൂടുതലായിരിക്കും, കോസ്റ്റ്ലി ഐറ്റം ആയിരിക്കും ഉൾപ്പെടുന്നത്. അപ്പൊ എന്താണ്? ആ ഐറ്റം കുറവുണ്ടാവോ അല്ലെങ്കിൽ കൂടുതലുണ്ടാവും? കോസ്റ്റ്ലി ഐറ്റം ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? കൂടുതലോ കുറവോ ഉണ്ടാവും? മെറ്റീരിയൽസ് കുറവായിരിക്കും അല്ലെ. വില നമുക്കറിയാം, നമ്മളിപ്പോ ഒരു കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ എടുത്തു കഴിയുമ്പോ എന്താണ് വില ചോദിക്കാറുണ്ട് അല്ലെ. വില ചോദിക്കുമ്പോ നമ്മൾക്ക് എന്താണ് യോജിച്ചതാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? അവിടെ തന്നെ എടുത്ത് വെക്കും അല്ലെ. വിൽക്കാറുണ്ടോ നിങ്ങള്? അങ്ങനെ ചെയ്യാറുണ്ടോ? ഓക്കെ. അപ്പോ A ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഏറ്റവും വില കൂടുതലുള്ള ഐറ്റമാണ് എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി അതിന്റെ പ്രത്യേകതകൾ നോക്കിയേ. These items may not be more than 10% of the total items, but that consumes about 70% of the total budget. അപ്പൊ ഈ ഐറ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ 10% അല്ല സോറി ഒരു 100% ഓഫ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഈ കോസ്റ്റ്ലി ഐറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ഗ്രൂപ്പിൽ പെടുന്ന ഐറ്റം എന്ന് പറയുന്നത് 10% ആയിരിക്കും. മനസ്സിലായോ? ഒരു 100% ഓഫ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതില് എത്രയാണ് എ ഐറ്റം ഉണ്ടായിരിക്കുന്നത്? 10% ആയിരിക്കും. കാരണം എന്താണ്? അത്ര പെർസെന്റേജ് ഉള്ളത് ഏറ്റവും കുറവ് പെർസെന്റേജ് എ ഐറ്റത്തിനാണ് ഉണ്ടാക്കുന്നത്. എ ഐറ്റംസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഹൈ കോസ്റ്റ് ആയതുകൊണ്ട് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ബഡ്ജറ്റ് എത്രയാണ്? ഹൈ ആണ് അല്ലെ? എത്ര പെർസെന്റേജ് വേണം ബഡ്ജറ്റ്? ഒരു 100% ആണെങ്കിൽ അതിന്റെ ഭൂരിഭാഗവും നമ്മള് ഈ ഐറ്റത്തിന് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് അല്ലെ? 70% ഓഫ് ബഡ്ജറ്റ് നമ്മള് ഈ ഐറ്റത്തിന് എ ഐറ്റത്തിന് മാറ്റിവെക്കണം. ഇനി എന്താണ്? സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് അല്ലെ? പ്രോപ്പർ ആയിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാം, പ്രോപ്പർ ആയിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണ്? വില കൂടിയ ഐറ്റംസ് ആണ് അല്ലെ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മള് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഐറ്റംസ് ആണ് അത്. ഓക്കെ. ഇനി എന്താണ്? ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡഡ്. Only necessary quantities of these inventories are purchased and stocked. അപ്പൊ എന്താണ്? നമുക്ക് ഓവർ സ്റ്റോക്കിംഗ് അല്ലെ? ഓവർ സ്റ്റോക്കിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ ആവശ്യത്തിന് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ. വില കൂടിയ ഐറ്റംസ് ആണ് അല്ലെ? അപ്പൊ അധികം ആരും ചിലപ്പോ കടകളിലൊക്കെ ശ്രദ്ധിച്ചു വേണ്ടിട്ടുണ്ടെങ്കിൽ വില കൂടിയ ഐറ്റംസ് അധികം ആരും വാങ്ങിക്കില്ല. അപ്പൊ എന്താണ്? അവരെടുക്കുന്ന പർച്ചേസ് ചെയ്യുന്നത് കുറവായിരിക്കും അല്ലെ? പക്ഷെ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് വെക്കണം അല്ലെ? ചിലപ്പോ നമ്മുടെ അശ്രദ്ധ മൂലം ചിലപ്പോ താഴേക്ക് വീണാൽ പൊട്ടിപ്പോവാം. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലെ? ചില്ലന്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വളരെ വിലപിടിപ്പുള്ളതായിരിക്കാം, ചിലപ്പോ പൊട്ടിയൊക്കെ പോവാം. അപ്പൊ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ വില കൂടിയ ഐറ്റംസ് ആണെങ്കിൽ അധികം ആർക്കും വാങ്ങിക്കാനുണ്ടാവില്ല. അപ്പൊ അതെന്ത് ചെയ്യണം? ആവശ്യത്തിന് മാത്രം അല്ലെ? ഒരു 1 2 അല്ലെങ്കിൽ 5 ഐറ്റംസ് മാത്രം വാങ്ങിച്ചാൽ മതി. ഇനി കടയിൽ വന്ന ആളുകൾ കൂടുതലായിട്ട് അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസിന് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ നമുക്ക്? ഓക്കെ. അപ്പൊ ആവശ്യത്തിന് മാത്രം അത് പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്താണ്? ഓവർ സ്റ്റോക്കിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് എ ഐറ്റത്തിൽ വരുന്നത്. ഇനി എന്താണ്? ബി ഐറ്റം. ബി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. Item under this group are either costly or cheap. അപ്പൊ എന്താണ് ഈ ബി ഐറ്റത്തിൽ ഉൾപ്പെടുന്നതിന്റെ പ്രത്യേകത എന്താണ്? ബി ഐറ്റത്തിന്റെ പ്രത്യേകതകള് ഒരുപാട് കോസ്റ്റ്ലിയും അല്ല, ഒരുപാട് വില കുറവുമല്ല അല്ലെ? ഒരു ഇടത്തരം ഐറ്റംസ് ആണ് നമ്മളെ ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മീഡിയം ഐറ്റംസ് ആണ് നമ്മളെ ബി ഐറ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. This item constitutes 20% of total quantity of the inventory. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 100% ആണ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 10% ആയിരിക്കും എവിടെ വരുന്നത്? 10% ആണ് 10% ഓഫ് മെറ്റീരിയൽ ആണ് എ കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഇവിടെ ആണെങ്കിലോ ബി കാറ്റഗറിയിലാണെങ്കിലോ അതിന്റെ 20% അല്ലെ? 100 ആണെങ്കിൽ അതിന്റെ 20% എവിടെ ഉണ്ടാവും? ബി ഐറ്റത്തിലായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ എക്സ്പെൻഡിച്ചർ നോക്കിയേ. 20% ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതിന്റെ ചിലവ് എന്താണ്? 20% ആണ് ഓഫ് ദ ഇൻവെന്ററി. അപ്പൊ എക്സ്പെൻഡിച്ചർ 20% ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് സി ഐറ്റംസ്. These items are comparatively cheaper in cost and represent 70% of total quantity of the inventory. എന്താണ്? ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസ് ആണ് സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ? ഓക്കെ. ചീപ്പർ ഇൻ കോസ്റ്റ്, ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസ് ആണ് സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഇനി അതിന്റെ ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ട്? എങ്ങനെയാണ്? 100% ആണെന്ന് പറഞ്ഞു അല്ലെ. 100% ക്വാണ്ടിറ്റിയില് 10% ഏറ്റവും എ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 20% നമ്മൾ എന്ത് ചെയ്തു? ബി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. ബാക്കി വരുന്ന 70% ആണ് എന്ത്? സി ഐറ്റംസ് ഉള്ളത് അല്ലെ. മനസ്സിലായോ? 70% കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി വരുന്ന 70% ആണ് സി ഐറ്റത്തിൽ വരുന്നത്. ഇനി എന്താണ്? 10% ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻവെന്ററീസ്. വളരെ വില കുറവുള്ളത് കൊണ്ട് തന്നെ അതിന്റെ അതിന് വരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 10% ആണ്. ക്ലിയർ ആയോ? എ ബി സി ഐറ്റംസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. സി ഐറ്റം എന്താണ്? വളരെ ചീപ്പർ കോസ്റ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. ബി കാറ്റഗറിയിൽ വരുന്നത് എന്താണ്? വളരെ കോസ്റ്റ് അല്ല, അതുപോലെ തന്നെ ചീപ്പും അല്ല. ഇതിപ്പോ ഒന്ന് ഓർത്ത് വെക്കാം. ഈ ഐറ്റം എന്ന് പറയുന്നത് ഹൈ കോസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് കൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഡ്വാൻറ്റേജസ് നോക്കിയേ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ് ആൻഡ് ഫണ്ട് can be utilized in the best possible manner. അപ്പൊ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? മുടക്കുന്ന പണം അല്ലെ. നമ്മള് ആ ഐറ്റം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിന് വേണ്ടി, ഇൻവെന്ററീസിന് വേണ്ടിയിട്ട് മുടക്കുന്ന പണം നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. നല്ല രീതിയിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാനായിട്ട് പറ്റും അല്ലെ. ഇങ്ങനെയുള്ള കാറ്റഗറൈസ് ചെയ്യുന്നത് വഴി, ABC അനാലിസിസ് വഴി നമ്മള് ഓരോ മെറ്റീരിയൽസിനും മുടക്കുന്ന പണം നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ആൻഡ് ഫണ്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് അല്ലെ. നല്ല രീതിയിൽ നമുക്ക് പോസിബിൾ മാനറിൽ അല്ലെ, ബെസ്റ്റ് യൂസ് ഓഫ് പോസിബിൾ മാനർ ഫണ്ട്സ് ക്യാൻ ബി അല്ലെ. ഫണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ ആ ഫണ്ട്സ് ഒക്കെ നല്ല രീതിയിൽ ഏറ്റവും പോസിബിൾ മാനറിൽ യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. Scientific and selective control helps in the maintenance of the high stock turnover rate. ഇവിടെ പറയുന്നത് എന്താണ്? ഹൈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓവറായിട്ട് സ്റ്റോക്ക് വരാതിരിക്കാനായിട്ട് എങ്ങനെയുള്ള യൂസ് ചെയ്യണം? എങ്ങനെയുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്? സയന്റിഫിക് ആയിട്ടും അതുപോലെ തന്നെ സെലക്റ്റീവ് കൺട്രോൾസ്, തെരഞ്ഞെടുക്കപ്പെട്ട കൺട്രോൾസിലൂടെയും ABC അനാലിസിസ് ചെയ്യാനായിട്ട് സാധ്യമാകുന്നുണ്ട്. ക്ലിയർ ആയോ? ഓവർ സ്റ്റോക്കിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? സെലക്റ്റീവ് ആയിട്ടുള്ളതും സെലക്റ്റീവ് കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള അനാലിസിസ് അല്ലെ, സയന്റിഫിക് കൺട്രോളിംഗ് വഴി ABC അനാലിസിസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. അനാലിസിസിലൂടെ സ്റ്റോക്കുകളുടെ എണ്ണം കുറയുന്നില്ല അല്ലെ. നമ്മൾ ABC കാറ്റഗറി ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താണ്? ഐറ്റത്തിന്റെ എണ്ണം കുറയുന്നുണ്ടോ? ഇല്ല. പിന്നെന്താണ്? നിയന്ത്രണങ്ങൾ, പല കൺട്രോളുകളും ഉണ്ടാകുന്നുണ്ട്, പല ഇൻവെന്ററി കൺട്രോളും ഉണ്ടാകുകയും അതുപോലെ തന്നെ അത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവിടെ നിലനിർത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ABC അനാലിസിസ് വഴി സ്റ്റോക്കുകളുടെ അല്ലെങ്കിൽ ഐറ്റത്തിന്റെ എണ്ണം കുറയുന്നില്ല, നിയന്ത്രണങ്ങളും ഉണ്ടാകുന്നുണ്ട്, ഇൻവെന്ററി കൺട്രോൾ ഉണ്ടാകുന്നുണ്ട്, അതുവഴി സ്റ്റോക്കുകൾ നിലനിർത്താനായിട്ടും സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ വരുന്നത് കേട്ടോ. അഡ്വാൻറ്റേജസ് വരെയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇന്നിപ്പോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആരും പറഞ്ഞില്ല. അപ്പൊ എന്തോരം വിഷമം ഉണ്ടാവും ചിന്തിച്ചു നോക്കിയേ. ഞങ്ങൾക്ക് നല്ല സുഖം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടോ അല്ല. ഇപ്പൊ തന്നെ ഞാൻ ഒരു എന്തോരം എഫേർട്ട് എടുത്തിട്ടാണ് പഠിപ്പിക്കണേന്ന് അറിയോ? തീരെ വയ്യ, തൊണ്ടയ്ക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വായിച്ചു നോക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾക്ക് പറഞ്ഞു തരാന്നല്ലേ. ഞങ്ങളും എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ പോയാലും വെറുതെ ഇരിക്കുന്നില്ല. കുടുംബത്തിലെ കാര്യങ്ങള്, കൊച്ചിനെ പഠിപ്പിക്കണം.
കുടുംബത്തെ ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ഇതിരുന്ന് വായിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. വെറുതെ ഇരുന്നാൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് പപ്പടിക്കും അല്ലെ, പറഞ്ഞുതരാൻ പറ്റുമോ? ഇല്ല. എന്തോരം കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ചോദിക്കുമ്പോ ഇന്ന് നല്ല വിഷമായി മിസ്സിന്, നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല വിഷമായി. ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് പോലും റെസ്പോണ്ട് ചെയ്യാത്തവരുണ്ടായിരുന്നു, ഇല്ലേ? ആണോ? അപ്പൊ അറ്റ്ലീസ്റ്റ് ഇനി ഞാൻ ചോദ്യം ചോദിക്കില്ല, അറ്റ്ലീസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ടെങ്കിലും വരാം. ഓക്കെ. ആ വയ്യാത്തവരോ ഒക്കെയാണ്, കുഴപ്പമില്ല. ബാക്കിയുള്ളവരോ? ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഇന്ന് എടുത്തതില്? ഞാൻ ചോദിച്ചല്ലോ, എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ടും ആരൊന്നും മിണ്ടിയില്ല. കേറിയവരുണ്ടല്ലോ, ലേറ്റ് ആയി പോയവരുടെ കുഴപ്പമില്ല. കേറിയവരുണ്ടല്ലോ, ഫസ്റ്റ് കേറിയവരാണ് ആര്? പ്രസാദ് ചിന്നുന്നോ അതിനെന്തോ പറഞ്ഞിട്ട് ഒരു കുട്ടി. പ്രസാദ് കുഞ്ഞു, അതൊക്കെ ഫസ്റ്റ് കേറിയ കുട്ടിയാ. പക്ഷെ ഒന്നും ഒരു അക്ഷരം മിണ്ടിയില്ല ചോദിച്ചിട്ട്. വളരെ വിഷമം ക്ലാസ്സിൽ കയറിയപ്പോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ഇന്ന് വരെ എടുത്തതില്, ഇത്ര വരെ എടുത്തതില്? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.